ഹായ് ഗൈഡ്സ്, ഞാൻ നമ്മുടെ ഈ റോയൽ പ്ലാസ്റ്റിക്സിന്റെ ഓണറാണ്. എന്റെ ഫാദർ 1959 തുടങ്ങിയ കടയാണിത്. ഫാദർ ഇത്തരം വർഷങ്ങളായിട്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനാണ് ഇപ്പൊ ഏറ്റെടുത്ത് നടത്തുന്നത്. എനിക്ക് അക്രലിക്കിന്റെ എല്ലാ പരിപാടികളും ഉണ്ട്. അക്രലിക്കിന്റെ ബോക്സുകൾ, ഇതുപോലത്തെ ബോക്സസ്, പിന്നെ മെമന്റോസ്, പിന്നെ ചാരിറ്റി ബോക്സ് ആണ് എനിക്ക് കൂടുതലും വർക്ക് നടക്കുന്നത് ഇവിടെ. അത് ഒത്തിരി വർക്കുകളുണ്ട്. പിന്നെ ഈ ഹോട്ടലിലെ മെനു സ്റ്റാൻഡുകൾ, പിന്നെ സ്റ്റിക്കർ ബോർഡുകളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് ഞാൻ. SS-ന്റെ സ്റ്റിക്കർ ബോർഡുകൾ, പിന്നെ നമ്പർ പ്ലേറ്റ്, ഈ ഹോട്ടലിൽ നമ്പേഴ്സ് വെക്കുന്നത്, ഹോട്ടലിലെ സ്റ്റിക്കർ വർക്ക്, പിന്നെ ഇതുപോലത്തെ ബോക്സസ്, ഒത്തിരി ബോക്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ബ്രൂഷ് സ്റ്റാൻഡ്, ഇതെല്ലാമാണ് എന്റെ വർക്ക്. അതൊരു കൂടാതെ തന്നെ സ്റ്റിക്കർ വർക്ക് ഉണ്ട് എനിക്ക് ഈ സൈഡിൽ കാണുന്നതല്ല. ഇത് ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പുറത്തും ഉണ്ട് അതുപോലെ തന്നെ മെമന്റോസ്, സ്റ്റിക്കർ വർക്ക്, പിന്നെ ചെറിയ മെനു സ്റ്റാൻഡ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ടോപ്പറുകൾ, അത് ഒത്തിരി ബേക്കേഴ്സ് ഞങ്ങളുടെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഇതുപോലത്തെ ടോപ്പറുകൾ. പിന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റാമ്പ്, സീല്, പിന്നെ കീ ഡ്യൂപ്ലിക്കേറ്റ്, പിന്നെ ഈ പ്ലാസ്റ്റിക് ലാമിനേഷൻ, അക്രലിക് ലാമിനേഷൻ, സ്പൈറൽ വൈൻഡിങ്, ഫോട്ടോസ്റ്റാറ്റ്, പ്രിന്റ്, പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഇവിടെ ചെയ്തു വരുന്നത്. അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ മിഷൻ ഉണ്ട്, ഇത് വളരെ കോസ്റ്റ്ലി ആയ മിഷനാണ്. ഇതിലാണ് ഞങ്ങൾ ഫുൾ വർക്കുകൾ ചെയ്യുന്നത്. ഇതിന്റെ വലിയൊരു മിഷൻ എന്റെ ഗോഡൌണിൽ കിടക്കുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കീ ഡ്യൂപ്ലിക്കേറ്റ് മിഷൻ ഇതാണ്. ഇതിലാണ് ഞങ്ങൾ കീ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ചെയ്യുന്നത്. പല പല ചാവികൾ, വണ്ടിയുടെ ചാവികൾ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഗ്രൈൻഡർ, ഇതാണ് ഞങ്ങളുടെ പോളിഷ് മെഷീനുകൾ, ഇതാണ് ഞങ്ങളുടെ ഡ്രിൽ മെഷീനുകൾ, ഇത് കട്ടിംഗ് മെഷീൻ. ഇതെല്ലാമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ മെഷീൻ ഉണ്ട് ഇവിടെ, വിനൈൽ സ്റ്റിക്കർ കട്ടിങ്, പിന്നെ